Hi friends, Stitching Friend പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ മോഡൽ കുർത്തി ടോപ്പ് ആണ് ട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു 2.25 മീറ്റർ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ലൈനിങ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒരു വശത്ത് ബോർഡർ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ബോർഡറോ അല്ലെങ്കിൽ ലേസോ അങ്ങനെ എന്തെങ്കിലും വേണോ ട്ടോ നമുക്ക് ഈ ഒരു ടോപ്പ് ഫിനിഷ് ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാകും എന്തിനാണ് ഈ ഒരു ബോർഡർ വേണ്ടിയതെന്ന്. ഞാനിതിപ്പോൾ ആ ബോർഡർ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നുമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്ക് പോർഷൻ മാത്രമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ തുണി മാത്രമാണ് മടക്കി ഇട്ടിട്ടുള്ളൂ. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നുമാണ് ഈ ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ഒരു ചുരിദാറിൻ്റെ ബാക്ക് കട്ട് ചെയ്തെടുക്കുന്നത് ആ മെത്തേഡിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഒരു അളവ് ടോപ്പ് വെച്ചിട്ട് എനിക്ക് പാറ്റേൺ കിട്ടിയിട്ട് ആ സെയിം മോഡലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അളവ് ടോപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അളവ് ടോപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതും അളവ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നതും ഒക്കെയുള്ള ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നെക്ക് പാറ്റേൺ അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു തുണിയുടെ ഈ ഒരു ഭാഗത്തു നിന്നും അളവ് ടോപ്പ് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്ക് ഇറക്കം കുറവുള്ള നെക്കാണ് കേട്ടോ. 1 ഇഞ്ച് മാത്രം ഇറക്കമുള്ള നെക്കാണ്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് കണക്കാക്കി മുകളിലേക്ക് അരയിഞ്ച് ഇട്ടിട്ട് കൈക്കുഴി വരെ മാർക്ക് ചെയ്യാണ്. ഈ ഒരു ടോപ്പിൻ്റെ നല്ല ഭാഗമാണ് ഇതുപോലെ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കറക്റ്റ് അളവിന് മാർക്ക് ചെയ്തിട്ട് വീണ്ടും തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു ടോപ്പ് ഫ്രണ്ട് ഭാഗം അല്പം ലൂസായിട്ടിരിക്കും. കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടില്ല. നമ്മൾ സാധാരണ സ്ലിറ്റ് ചുരിദാർ ഇടുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം അല്പം ലൂസായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു ടോപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മാർക്ക് ചെയ്യുന്നതിൽ ഇത് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് സാധാരണ കട്ട് ചെയ്യും പോലെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഒരു സ്ലിറ്റഡ് ചുരിദാറിൻ്റെ ബാക്ക് പോർഷനാണ് നമ്മൾ ആ ഒരു മെത്തേഡിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണിയുടെ ബാലൻസ് ഉള്ള ഭാഗത്തു നിന്നുമാണ് നമ്മൾ ഫ്രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തുണി ഇതുപോലെ തന്നെ മടക്കി ഇടുകയാണ്. അപ്പോൾ നല്ല ഭാഗത്തേക്കാണ് ഞാൻ ഈ ഒരു തുണി വെച്ചിരിക്കുന്നത്. അത് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് പീസിൻ്റെ യോക്ക് പോർഷൻ മാത്രം നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ബാക്ക് പീസ് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഷോൾഡറിൽ നിന്നും താഴേക്ക് നമുക്ക് 14 ഇഞ്ചിലാണ് ഈ യോക്ക് കിട്ടേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പ് മുകളിലും താഴെയും പോകുന്നതനുസരിച്ച് ഒരു 15 ഇഞ്ചിന് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത് ആ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തതിനകത്താണ്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആ ബാക്ക് പോർഷൻ്റെ അതേ അളവിലാണ് നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അളവ് മാറി പോവാതിരിക്കാൻ 2 ഭാഗത്തു നിന്ന് നോക്കണം കേട്ടോ. താഴേക്ക് 15 ഇഞ്ച് തന്നെ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ കൈക്കുഴി കൂടി മാർക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മളെപ്പോഴും ചുരിദാർ ബ്ലൗസൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴി അല്പം ഒന്ന് കുഴിച്ച് ഇതുപോലെ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതും ഈ ബാക്ക് പീസിൽ മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഒരിക്കലും ബാക്ക് പീസിൽ കട്ട് ചെയ്യരുത്. ഫ്രണ്ട് പീസിലാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഡിസൈൻ മെറ്റീരിയൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ക് പോർഷൻ ഇതിൻ്റെ മുകളിൽ എടുത്തിട്ടിട്ട് ഇത് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മൾ നെക്ക് ഡിസ്റ്റൻസ് വരെ മാർക്ക് ചെയ്ത ശേഷം കൈക്കുഴിയെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്കിന് ഞാൻ ഒരു 6 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത്. റൗണ്ട് നെക്കാണ് കേട്ടോ. പ്ലെയിൻ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ 3.5 ഇഞ്ച് ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമുക്ക് ചുരിദാറിന് ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും വരാറില്ല. ബാക്ക് നെക്ക് ഇതുപോലെ കയറിയതായതുകൊണ്ട് മാത്രമാണ് നമുക്ക് നെക്കിന് 3.5 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുന്നത് കേട്ടോ. അതല്ല ബാക്ക് നെക്ക് ഒരു 5 ഇഞ്ച് 5.5 ഇഞ്ചൊക്കെ ഇറങ്ങിയതാണെങ്കിൽ നെക്കിൻ്റെ ഡിസ്റ്റൻസ് കുറവ് വരും. അതൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 6 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുവാണ് 2 വശത്തു നിന്നും.
ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ നമുക്ക് എളുപ്പം തന്നെ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിതാ ഈ ഒരു കൈക്കുഴി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ നമ്മൾ ഈ നല്ല തുണിയിൽ മാർക്ക് ചെയ്യാണ്. അപ്പോൾ മുകളിൽ നിന്നും ഒരു പകുതിയിൽ നിന്നും താഴേക്ക് വിടർത്തി ഉള്ളിലേക്ക് വിടർത്തി എടുത്താലും മതി. ഈ ഒരു കോർണറിൽ വരുമ്പോൾ 1 അല്ലെങ്കിൽ 1.5 ഇഞ്ച് വരെ ഉള്ളിലേക്ക് മാറ്റിയെടുക്കാം. അത് ചുരിദാറിൻ്റെ സൈസിൻ്റെ അളവ് അനുസരിച്ചിരിക്കും കേട്ടോ. ഇത് ഒരു വലിയ സൈസ് ചുരിദാർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 1.5 ഇഞ്ച് ഇതുപോലെ കുഴിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ അതേ ഷേപ്പിന് തന്നെ താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൈക്കുഴി കറക്റ്റ് ആവണമെങ്കിൽ ബ്ലൗസ് ആയാലും ചുരിദാർ ആയാലും ഫ്രണ്ട് ഭാഗം അല്പം കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ 15 ഇഞ്ച് ഇറക്കം എടുത്തല്ലോ, അപ്പോൾ അത് ഇതുപോലെ അങ്ങ് മടക്കി വെച്ചിട്ട് ആ 15 ഇഞ്ചിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്താലും മതിയാകും. എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് യോക്ക് പോർഷൻ മാത്രം. അപ്പോൾ കൈക്കുഴി മാത്രം ഇതുപോലെ എക്സ്ട്രാ ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ഇതുപോലെ 6 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിൻ്റെ ബാലൻസ് ആണ് നമുക്ക് താഴേക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഉള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മടക്കിയിട്ടിരിക്കുന്ന മെറ്റീരിയൽ അത് അല്പം കൂടി വിടർച്ചയ്ക്ക് ഒരു 3 ഇഞ്ച് കൂടി ഇതുപോലെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമുക്ക് അടുത്തത് കട്ട് ചെയ്തെടുക്കാനായിട്ട്, താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് വെക്കുക. തയ്യൽ തുമ്പ് താഴേക്ക് കിട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ 15 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയല്ലോ, അതുകൊണ്ട് ഈ യോക്ക് പോർഷൻ 14 ഇഞ്ച് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ഫ്രണ്ടിൽ താഴത്തേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് പ്ലീറ്റ്സ് വരുന്നത്. കണ്ടോ, ഈ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ താഴേക്കുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ ഈ ഒരു ഭാഗം തിരിഞ്ഞൊന്നും പോകാതെ നോക്കണം. നമുക്കത് മനസ്സിലാകുന്നത് ആ ഒരു സ്ലിറ്റിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് ഒരടയാളം കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മളിത് ആ ബാക്ക് പോർഷൻ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ അതിന് താഴേക്ക് തയ്യൽ തുമ്പ് വേണ്ടിയതുകൊണ്ട് നമ്മൾ ആ 14 ഇഞ്ച് എന്നുള്ളത് മുകളിലേക്ക് മാറ്റി 13.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മാർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ സൈഡിൽ 3 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ 2 സൈഡിലും കൂടി 6 ഇഞ്ച് എക്സ്ട്രാ വരും കേട്ടോ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ തന്നെ സൈഡിലേക്ക് നീക്കിയിടുക. കാരണം പ്ലീറ്റ്സ് വരുന്നത് സെൻറ്റർ ഭാഗത്താണ്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ തന്നെ ഇത് വിരിച്ചിട്ടിരിക്കുമ്പോൾ അത് ക്ലിയർ ആവും. നേരെ സൈഡിലേക്ക് നമ്മൾ ബാക്ക് പോർഷൻ്റെ അതേ ഷേപ്പിൽ മാർക്ക് ചെയ്ത് എടുക്കുവാണ്. സ്ലിറ്റിൻ്റെ ആ ഭാഗം വരെ. അപ്പോൾ അവിടെ ഒരു അടയാളം കൊടുത്തില്ലെങ്കിൽ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇത് പിടിപ്പിക്കുമ്പോൾ. ഈ ഒരു ഭാഗം കണ്ടോ, ഇതിപ്പോൾ 2 ലെയറായിട്ട് 3 6 ഇഞ്ച് പ്ലീറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ സൈഡിലേക്ക് കൂട്ടിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഈ യോക്ക് പോർഷനിൽ ഈ ഒരു പീസ് വെച്ച് കൊടുത്ത് ഷോ ബട്ടണൊക്കെ വെച്ച് കൊടുത്ത് ഭംഗിയാക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ആ 13.5 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് കൂടി മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ സൈഡിൽ ഷേപ്പും മാർക്ക് ചെയ്ത് സ്ലിറ്റ് വരെ താഴെ വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരളവിൽ കേട്ടോ. നമ്മളിതാ ആദ്യം കട്ട് ചെയ്ത പോലെ തന്നെ ആ ബാക്ക് പോർഷൻ അങ്ങ് മാറ്റിയിട്ട് ഈ സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ നമ്മൾ താഴ്ഭാഗം ഫ്രണ്ട് പോർഷൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ യോക്ക് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ ഈ യോക്കിൽ മാത്രം നമുക്ക് വേറെ കുറച്ച് പരിപാടി കൂടി ഉണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് ഈ ഒരു മോഡൽ കുർത്തി ഫുള്ളായിട്ട് റെഡി ആവുള്ളൂ. ഈ ഒരു അളവ് വരെ കറക്റ്റായിട്ട് ബാക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. താഴെയുള്ള ഒരു പീസ് മാത്രമാണ് അല്പം എക്സ്ട്രാ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനും പിന്നെ സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗം ഫിനിഷ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്.
ഇനി നമുക്ക് യോക്ക് പീസ് ഇതുപോലെ എടുത്തിട്ട് ആ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഷോൾഡർ മുതൽ താഴെ വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് മടക്കിയ ശേഷം ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തും ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു പീസ് വിടർത്തി വെച്ച ശേഷം നമ്മൾ ഷോൾഡറിൽ നിന്നും താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പോയിൻറ്റ്സ് തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ചോക്ക് കൊണ്ടൊന്ന് വരച്ചെടുക്കുക. കാരണം നമ്മൾ ഈ ഒരു ഭാഗത്ത് ആ ബോർഡർ വെച്ച് പിടിപ്പിക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആ ഒരു ബോർഡർ 2 ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ബോർഡർ എടുക്കുക. അതിൻ്റെ 2 ഭാഗവും ഉള്ളിലേക്ക്, അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തയ്യൽ തുമ്പിനുള്ളത് കണക്കാക്കി വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഉള്ളിലേക്കാക്കി ഈ ഒരു ഭാഗത്ത് മുകളിൽ നിന്നും താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും മുകളിൽ നിന്നും താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം, തുണി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട്. പിന്നെ ഈ ഒരു സെൻറ്റർ ഭാഗത്തും 2 വശത്തേക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതല്പം നിർത്തി സാവകാശം തന്നെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു ലൈനും അതിൻ്റെ ഡിസൈനും ഒക്കെ നോക്കിയിട്ട് തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സെൻറ്റർ ഭാഗം കണ്ടോ, നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 2 വശത്തേക്കായിട്ടാണ് ഈ ഒരു ബോർഡർ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ സെയിം ബോർഡർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കോൺട്രാസ്റ്റ് ലേസൊക്കെ വെച്ച് കൊടുത്താൽ കൂടുതൽ ഭംഗിയാവും. അപ്പോൾ അത് പിടിപ്പിച്ച ശേഷം ഈ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ എക്സ്ട്രാ കുറച്ച് ഇട്ടിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ ആ റൗണ്ട് ഷേപ്പ് കറക്റ്റ് ആവില്ല. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്കാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ റെഡിമെയ്ഡ് ലുക്കിൽ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസ് 2ആയിട്ട് മടക്കിയ ശേഷം ഇതുപോലെ ബാക്ക് നെക്കിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക. റെഡിമെയ്ഡ് ടോപ്പുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ കാണാറുണ്ട്, മിക്കവാറും ബാക്ക് നെക്ക് ഒത്തിരി കയറിയിട്ടായിരിക്കും അത് ഇതുപോലെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഇടയ്ക്ക് ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. ആ ഒരു ക്രോസ് പീസ് മടക്കി അടിക്കുമ്പോൾ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ യോക്ക് പീസിൻ്റെ നെക്ക് ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ ബാലൻസ് ഉള്ള തുണിയുടെ ഒരു നല്ല വശത്തേക്ക് ഇതിൻ്റെ ഈ നെക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം തയ്യൽ തുമ്പ് നിർത്തിക്കൊണ്ട് ആ ഉൾഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ ഈ ഉൾഭാഗം നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ച് കൊടുത്ത ആ ഒരു തുണിയുണ്ടല്ലോ, അത് ഈ നെക്കിൻ്റെ ഷേപ്പിൽ ഒരു 2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു തുമ്പ് മാത്രം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഷോൾഡർ ഫിനിഷ് ചെയ്ത ശേഷം നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഹെമ്മിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ യോക്ക് പോർഷൻ്റെ താഴേക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തല്ലോ, വീതി കൂടുതലായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരാനായിട്ട് 2 ഭാഗവും ഇതുപോലെ യോക്ക് പോർഷനുമായിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം കൂടി നോച്ചസ് ഇട്ട് എടുത്ത ശേഷം ആ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗത്തു നിന്നും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്തെ പിന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ലൂസായിട്ട് നിൽക്കുന്ന ഭാഗം താഴ്ഭാഗം ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ നല്ല കറക്റ്റ് ലെവലിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല എങ്കിൽ ഇതുപോലെ സെൻറ്റർ ഭാഗം കണക്കാക്കി 2 വശത്തോട്ടും ആദ്യം തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ യോക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ട് എവിടെയെങ്കിലും തികയാതെ ഉണ്ടോ എത്താതെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഓരോ സ്റ്റിച്ച് അഴിച്ചു കൊടുക്കുകയോ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയോ ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കുക. ആ യോക്ക് പോർഷനും സെൻറ്റർ ഭാഗം കൂടി താഴെയുള്ള ഭാഗം കൂടി കറക്റ്റ്, സൈഡ് രണ്ടും കറക്റ്റായിരിക്കണം, സെൻറ്റർ ഭാഗം കറക്റ്റായിരിക്കണം. ആ രീതിയിൽ എടുക്കുക. ഇപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഈ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പ് മുകളിലേക്ക് ആക്കിയ ശേഷം
ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം ചെറിയ പ്ലേറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കോട്ടൺ മെറ്റീരിയലോ തളർന്ന് കിടക്കുന്ന മെറ്റീരിയലോ തന്നെ വേണം കേട്ടോ. സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലിൽ ഈ ഒരു പാറ്റേൺ ചെയ്താൽ ഭംഗിയാവില്ല. ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ തന്നെ വേണം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പ്ലീറ്റ്സ് താഴേക്ക് ഇരിക്കാനും ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉറപ്പിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് നെക്ക് ഷോൾഡർ യോജിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ബാക്ക് നെക്ക് നമുക്ക് ക്രോസ് പീസ് നമ്മൾ ബ്ലൗസിൻ്റെ ഹെമ്മിങ് ചെയ്യാനൊക്കെ എടുക്കില്ലേ, അതുപോലെ തന്നെ അത് ഉള്ളിലേക്ക് മറച്ച് വെച്ചിട്ട് അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് നല്ല വശവും ചേർത്ത് ഈ ബാക്ക് പീസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു റൗണ്ടിലെ നെക്കിന് എക്സ്ട്രാ വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് എടുത്ത ശേഷം ബാക്ക് പീസ് കവർ ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് കാണില്ല. നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ട് ഭാഗവും ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, തയ്യൽ തുമ്പില്ല. ഇനി ഈ നെക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ, നെക്കിന് ബലം കിട്ടാനായിട്ട്. ഇപ്പം നമ്മളിതാ ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാലൻസ് താഴേക്കുള്ള ഷേപ്പും സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റ് ഭാഗത്ത് വന്ന് കഴിയുമ്പോൾ അത് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ബട്ടൺ പിടിപ്പിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഫുള്ളായിട്ട് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഭാഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലൊരു 6 ഇഞ്ചോടത്തോളം എക്സ്ട്രാ വരും കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷേപ്പിലാണ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാൻ ഒരു 4 ബട്ടൺസ് കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണം കൂട്ടുകയും ഒക്കെ ചെയ്യാം. അപ്പം നമ്മൾ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭംഗിയില്ലേ. അതുകൂടാതെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, താഴെ വരുമ്പോൾ ഈ ഒരു പ്ലീറ്റ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ താഴ്ഭാഗത്തിന് അല്പം വിടർച്ച കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോസ് അതിനായി ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ അതിൽ ഓൾ സെലക്ട് ചെയ്താൽ തുടർന്നുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.